കപ്പ വർഷങ്ങളോളം സൂക്ഷിച്ചു വെക്കാനുള്ള 3-4 ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൽ കുറച്ച് മാസങ്ങളോളം സൂക്ഷിക്കാനുള്ള 1-2 ടിപ്പും കൂടിയും പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് കപ്പ എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത്. നിങ്ങൾ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലെന്തെങ്കിലും വെള്ളം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നല്ലപോലെ ഒന്ന് ഊറ്റിക്കളഞ്ഞതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള സിപ്ലോ കവറിലിട്ടിട്ട് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ചെറിയ ചെറിയ കവറിലിട്ടിട്ട് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓരോ ആവശ്യത്തിനുള്ളത് മാത്രം യൂസ് ചെയ്താൽ മതിയാകും. അപ്പോൾ അങ്ങനെയുള്ളത് മാത്രം നമുക്ക് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ സൂക്ഷിക്കുന്നത് ഫ്രീസറിലാണ്. അപ്പോൾ ഓരോ ആവശ്യത്തിനുള്ള ചെറിയ ചെറിയ കവറുകളിലാക്കിയിട്ട് സൂക്ഷിച്ച് വെക്കാം. നമ്മൾ ഉപയോഗിക്കുന്നതിന് ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ പുറത്തെടുത്ത് വെച്ചാൽ മതി. ഇനി അടുത്ത മെത്തേഡ് പറയുന്നത്, നമ്മൾ ഒരു ബൗളിലേക്ക് കപ്പ ഇട്ട് കൊടുത്തതിന് ശേഷം അത് മുഴുവൻ നിറഞ്ഞ് നിൽക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് അതൊന്നും മൂടി മാറ്റി വെക്കുന്നുണ്ട്. അതിനുശേഷം വലിയൊരു കവർ എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇതുപോലെ ഒന്ന് നടുക്ക് ഒന്ന് മടക്കി കൊടുത്തിട്ട് അതിൻ്റെ 2 ഭാഗവും കപ്പ നിറച്ചിട്ട് ഒരു റബ്ബർ ബാൻഡോ എന്തെങ്കിലും ഇട്ടിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രീസറിൻ്റെ ഉള്ളിലൊക്കെ സ്പേസ് നമുക്ക് ലാഭമായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് അളവിൽ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാൻ പറ്റും. ഇനി അടുത്ത മെത്തേഡ് നമുക്ക് ഒരുപാട് കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന മെത്തേഡാണ്. അപ്പോൾ ഇത്രയും നമ്മൾ പറഞ്ഞത് മാസങ്ങളോളം സൂക്ഷിച്ച് വെക്കുന്നതാണ്. ഇനിയിപ്പോൾ നമുക്കൊരു വർഷത്തിനടുത്തൊക്കെ സൂക്ഷിച്ച് വെക്കാനാണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും പഞ്ചസാര അതുപോലെ വിനാഗിരിയും ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട്. ഉപ്പും വിനാഗിരിയൊക്കെ നല്ലൊരു പ്രിസർവേറ്റീവാണ്. അതിനുശേഷം നമുക്ക് കപ്പ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം മാറ്റി വെക്കാം. അതിനുശേഷം നമുക്കിത് ആ ഒരു അരിപ്പയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അതിലെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഒരു കിച്ചൺ ടവലിലിട്ടിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് തോർത്തെടുത്തതിന് ശേഷം മാത്രം ഇതുപോലുള്ള സിപ്ലോ കവറിൽ സൂക്ഷിച്ചിട്ട് ഫ്രീസറിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷത്തോളം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കിയിട്ട് തന്നെയാണ് സൂക്ഷിച്ച് വെക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഓരോരോ ആവശ്യത്തിനുള്ളത് അത് മാത്രം എടുത്തിട്ട് നമുക്ക് പുറത്ത് വെച്ചിട്ട് ഉപയോഗിക്കാനും പറ്റും. അപ്പോൾ സീസണൊക്കെ ആവുന്ന സമയങ്ങളിൽ നമുക്ക് ഒരുപാട് വിലക്കുറവിനൊക്കെ കിട്ടുമ്പോൾ വാങ്ങിയിട്ട് ഇതുപോലെ സൂക്ഷിച്ച് വെക്കാൻ മറക്കല്ലേ.